1957 പ്രശസ്ത നാടക അഭിനേതാക്കളായിരുന്ന ഒ. മാധവൻ്റെയും വിജയകുമാരുടെയും മകനായി ജനനം. കോളേജ് പഠനത്തിന് ശേഷം മാതാപിതാക്കളുടെ പാതയിൽ നാടക അഭിനയത്തിലേക്ക് കടന്നു. പിന്നീട് സിനിമയിലേക്കും രാഷ്ട്രീയത്തിലേക്കും. ഇന്ന് മലയാള സിനിമയിൽ മുൻനിര താരങ്ങളിൽ ഒരാൾ. മലയാള ചലച്ചിത്ര അഭിനേതാവായ മുകേഷ് 1957 മാർച്ച് 5 കൊല്ലം ജില്ലയിലെ പട്ടത്താനത്ത് ജനിച്ചു. പട്ടത്താനം ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുകേഷ് കൊല്ലം എസ്.എൻ. കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിലും ബിരുദം നേടി. നാടക അഭിനേതാക്കളായിരുന്ന തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നാടകവേദികളുമായുള്ള പരിചയം മുകേഷിന് അഭിനയത്തിൻ്റെ ബാലപാഠങ്ങളായിരുന്നു. പഠനശേഷം നാടകാഭിനയവുമായി ജീവിതം ആരംഭിച്ച മുകേഷിന് നാടകത്തിലുള്ള അഭിനയ മികവ് സിനിമയിലേക്ക് വഴി തുറക്കുന്നതിൽ സഹായകരമായി. 1982 റിലീസായ ബലൂൺ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 1985 റിലീസായ മുത്താരംകുന്ന് പിയോ, ബോയിങ് ബോയിങ് എന്നീ ചിത്രങ്ങൾ മുകേഷിനെ മലയാള സിനിമയിലെ ശ്രദ്ധേയ താരമാക്കി. മുകേഷ് നായകനായും ഉപനായകനുമായി വേഷമിട്ട് 1989 റിലീസായ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ വിജയം മുകേഷിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. ഈ സിനിമ മലയാളത്തിൽ ഹിറ്റായതോടെ മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മുകേഷ് മാറി. 1990കളിലാണ് മുകേഷ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചത്. അവയിൽ ഭൂരിഭാഗവും കോമഡി സിനിമകളായിരുന്നു. ഇൻഹരികർണകർ, കൗതുക വാർത്തകൾ, ഗോഡ് ഫാദർ എന്നിവയാണ് 1990കളിലെ മുകേഷിൻ്റെ ഹിറ്റ് സിനിമകൾ. മുകേഷ് മോഹൻലാൽ, മുകേഷ് ജയറാം, മുകേഷ് ജഗദീഷ് എന്നീ കൂട്ടുകെട്ടിൽ ധാരാളം സിനിമകൾ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഹിറ്റുകളായിരുന്നു. പിന്നീട് അദ്ദേഹം നായകസ്ഥാനത്ത് നിന്ന് മാറി സ്വഭാവവേഷങ്ങളിൽ കേന്ദ്രീകരിച്ചു. വിനോദയാത്ര, ഉദയനാണ് താരം എന്നീ സിനിമകളിലെ സപ്പോർട്ടിംഗ് റോളുകൾ പ്രേക്ഷക പ്രീതി നേടിയവയാണ്. 2007 കഥ പറയുമ്പോൾ എന്ന സിനിമ നിർമ്മിച്ച് നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചു. തട്ടത്തിന്മറയത്തും മുകേഷ് നിർമ്മിച്ച സിനിമയാണ്. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിലായി അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ബഡായി ബംഗ്ലാവ്, കോമഡി സ്റ്റാർസ് എന്നിങ്ങനെ ഒട്ടേറെ അനവധി ടെലിവിഷൻ ചാനലുകൾ അവതാരകനായും മുകേഷ് നിന്നിട്ടുണ്ട്. 2016 കാലഘട്ടത്തോടെ മുകേഷ് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന മുകേഷിനെ മാർക്സിസ്റ്റ് പാർട്ടി 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായിരുന്ന P.K. ഗുരുദാസിനു പകരം കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി. 2016 ഇടതു തരംഗത്തിൽ കൊല്ലത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൂരജ് രവിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി നിയമസഭാ അംഗമായി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും സിറ്റിംഗ് സീറ്റിൽ നിന്ന് മത്സരിച്ച മുകേഷ് കൊല്ലം DCC പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തി 2ാം തവണയും നിയമസഭയിലെത്തി. 2024 നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും UDF സ്ഥാനാർത്ഥിയായ RSP നേതാവും സിറ്റിംഗ് MPയുമായ NK പ്രേമചന്ദ്രനോട് പരാജയപ്പെടുകയായിരുന്നു. തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയായിരുന്ന സരിതയായിരുന്നു ആദ്യ ഭാര്യ. 1988 ഇരുവരും വിവാഹിതരായെങ്കിലും 2011 വിവാഹമോചിതരായി. ശ്രാവൺ, തേജസ് എന്നിവർ മക്കളാണ്. പിന്നീട് 2013 നർത്തകയായ മേതിൽ ദേവികയെ രണ്ടാമത് വിവാഹം ചെയ്തെങ്കിലും 2021 ആ ബന്ധവും വഴിപിരിഞ്ഞു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഇദ്ദേഹത്തിൻ്റെ സിനിമാ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ സമ്മർദ്ദത്തിൽ ആയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് മുകേഷിന് നേരെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ മുകേഷിൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. പല സംഘടനകളും ഇതിനെ ചൊല്ലി പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. സാംസ്കാരിക കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമാണ് മുകേഷ് എന്നായിരുന്നു UDF മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ MLA ഷാനിമോൾ ഉസ്മാൻ വിമർശനമായി പറഞ്ഞത്. ഇതിനു പുറമെ പാർട്ടി തലത്തിലും അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്.